അതെ. ഒരു ബിസിനസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സെയിൽസ് ആണല്ലോ. ഈ സെയിൽസിന്റെ 6 ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഈ 6 സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് പ്രൊഡക്റ്റ് ക്ലോസ് ചെയ്യുന്നതും. അതേപോലെ ആ കസ്റ്റമറായിട്ട് ബന്ധം നിലനിർത്തി പോവുകയും ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമതെന്ന് പറയുന്നത് ഉപഭോക്താവിനെ കണ്ടെത്തലാണ്. നമ്മൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് ആ പ്രൊഡക്റ്റിന് ഏത് ഓഡിയൻസ് ആണോ ആവശ്യമുള്ളത് അവരെ കണ്ടെത്തുകയും നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉപഭോക്താവിനെ കണ്ടെത്തുന്നത് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ബന്ധം സ്ഥാപിക്കലാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഒരു കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ബന്ധമൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു സാധ്യത ഏറെയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉൽപ്പന്നം അവതരിപ്പിക്കലാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ആളെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്തുള്ള നാലാമത്തെ പോയിന്റാണ് പ്രശ്നങ്ങൾ പരിഹരിക്കൽ. നമ്മൾ ഒരു ഉൽപ്പന്നം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സും അതേപോലെ സജഷൻസും ഒക്കെ നൽകിക്കൊണ്ട് കസ്റ്റമറിന് കൂടുതൽ വ്യക്തത വരുത്താവുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റാണ് വിൽപ്പന പൂർത്തിയാക്കൽ. നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് നൽകാവുന്നതാണ്. അതാണ് ക്ലോസിംഗ് ദ സെയിൽ എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റാണ് വിൽപ്പനാനന്തര സേവനം എന്ന് പറയുന്നത്, ആഫ്റ്റർ ദ സെയിൽസ് സർവീസ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ആ കസ്റ്റമറുമായിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു സെയിലിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ സെയിൽസ് കൂടുതൽ വളരാനും ആളിലേക്ക് എത്താനും സഹായിക്കുന്നതാണ്. ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് വീഡിയോസിനെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.